നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. രാത്രി തുടങ്ങിയ കുടിയാണല്ലോ. സദാനന്ദൻ അലക്കിത്തേച്ച ജുബ്ബയും കസവും മുണ്ടുകൊടുത്ത് ഹർഷൻ അടുത്തേക്ക് വന്നതും അയാളെ അടിമുടി നോക്കിയവൻ. ഓ, കെട്ടിയൊരുങ്ങി കല്യാണം കൂടാനുള്ള പോക്കായിരിക്കും. അതേടാ, അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്ന് മംഗളമായി ആ കല്യാണം നടത്തിക്കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ. അമ്മായി ഒരുങ്ങാൻ നിന്റെ അമ്മയും റെഡിയായിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഈ മുഷിഞ്ഞ തുണിയൊക്കെ മാറ്റി വന്നാൽ കല്യാണവും കൂടി സദ്യയും അഴിച്ചു വരാം. അയാൾ കയ്യിൽ കിടക്കുന്ന വില കൂടിയ വാച്ച് മുറുക്കിക്കൊണ്ട് പറഞ്ഞതും ഹർഷൻ ചാടി എഴുന്നേറ്റു. നാണമില്ലേ തന്തേ നിങ്ങൾക്ക്? നിങ്ങളുടെ മോനെ വേണ്ടാന്ന് പറഞ്ഞവിടെ കല്യാണത്തിന് പോയി തിന്നാന് ഒരു നാണവുമില്ല. ദേ, അരപ്പവൻ്റെ ഒരു മോതിരമാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും പെങ്ങടെ കൊച്ചല്ലേ, നാട്ടുകാരെന്ത് വിചാരിക്കും? പിന്നെ മുടക്കിയ അരപ്പവൻ്റെ കാൽഭാഗമെങ്കിലും രണ്ടല സദ്യ കഴിച്ചാൽ അത്രേ ആശ്വാസം. പറഞ്ഞുകൊണ്ട് കാലിയായ കുപ്പിയൊരെണ്ണം കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി ശേഷം കണ്ണുകൾ ഹർഷനിൽ വന്നു നിന്നു. എന്ത് കണ്ടിട്ടാ നീ അവിടെ പിന്നാലെ പോകുന്നത്? മൂടും മുലയും തള്ളിയിരിക്കുന്ന പെണ്ണുങ്ങളുടെ പുറകെ പോയാ ഉള്ള ജീവിതം കുളം തോണ്ടുകയുള്ളൂ. വേണ്ടേ, നമ്മുടെ രാമേന്ദ്ര മില്ലിൻ്റെ ഓണർ രാമചന്ദ്രൻ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അയാൾക്കൊരു മോളുണ്ട്. അല്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടവൾ, അത് സത്യം. നീയും അത്ര മാന്യനൊന്നും അല്ലല്ലോ. കോടികളാ ആ പെണ്ണിൻ്റെ പേരിലുള്ളത്. ഒറ്റ മോളായതുകൊണ്ട് അത് മുഴുവൻ നിനക്ക് തന്നെ കിട്ടും. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ അത് മുഴുവൻ മാണിക്കോത്ത് തറവാട്ടിലിരിക്കും. ബുദ്ധിപൂർവ്വം നീ ആലോചിക്കുക. അവൻ്റെ തോളിൽ ഒന്ന് തട്ടി അയാൾ പോകുമ്പോൾ കയ്യിലിരുന്ന ഗ്ലാസ്സിൽ മുറുക്കെ പിടിച്ചവൻ. ഓർമ്മകളിൽ നിന്നും പുറത്തു വരുമ്പോൾ സദാനന്ദൻ ഫോണിലേക്ക് നോക്കി ചിരിയൂറി. മോളെ ലക്ഷ്മി, ഇത് മതിയടി ഈ അമ്മാവിന്. നിന്റെ തള്ളയുടെയും നിന്റെ ചത്തുപോയ കെട്ടിയോൻ കൃഷ്ണൻ്റെ അമ്മ മേലേപ്പാട്ട് വീട്ടിൽ ദേവകിയുടെയും ഇഷ്ടം പിടിച്ചു പറ്റാൻ. ഭർത്താവ് ചത്ത് ജീവിതം പാതി വഴിയിൽ നശിക്കാൻ പോകുന്ന മകളെ ഓർത്ത് കരയുന്ന എൻ്റെ ഉടപ്പിറന്നോൾക്ക് ആശ്വാസവുമായി എത്തും ഈ പൊന്നാങ്കള. അവൾക്ക് മുൻപിൽ വെച്ച് നീട്ടും എൻ്റെ മകനെ. ഒരിക്കൽ എൻ്റെ വാക്ക് ധിക്കരിച്ച് അവൻ കൊണ്ട് നിന്നെ കെട്ടിച്ചതുകൊണ്ട് ഇക്കുറി വാ തുറന്നവൾ ഒന്നും പറയില്ല. പല്ല് കടിച്ചുകൊണ്ടയാൽ ജനലിൻ്റെ അടുത്തേക്ക് വന്നു. ഇനി നിന്റെ വയറ്റിൽ മറ്റവൻ്റെ വിത്ത് കുരുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നിധി പോലെ നോക്കും ഞാൻ. മാണിക്കുമല്ലേ മാണിക്യം. മാണിക്കൂത്ത് സദാനന്ദൻ്റെ കയ്യിൽ വന്നു ചേരേണ്ട മാണിക്യം. അതെങ്ങും പോകാതെ എനിക്ക് തന്നെ വന്നു ചേരും. കാരണം തോൽക്കാനല്ല സദാനന്ദൻ കളത്തിലിറങ്ങിയത്, ജയിക്കാൻ വേണ്ടി മാത്രമാണ്. മോളെ ലക്ഷ്മി, നിന്റെ തന്തയെ കൊന്നതും ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇന്ന് നിന്റെ താലി അറുത്തതും അതിനു വേണ്ടി അടി. വിജയം കൈവരിച്ച ആഹ്ലാദത്തോടെ ടേബിളിൽ ഇരിക്കുന്ന ഫോണിൽ അയാളൊന്ന് നോക്കി. കിച്ചേട്ടാ, എന്തൊക്കെയായി പറയുന്നേ? ആ സദാനന്ദനപ്പോ ലച്ചു ചേച്ചിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തത്? ആയിരിക്കണമല്ലോ. മാണിക്കൂത്ത് വീട്ടിലെ അളവറ്റ സ്വത്ത് മുഴുവൻ ലച്ചുവിൻ്റെ പേരിലായെന്ന് അയാൾ അറിഞ്ഞു. ആ നിമിഷം മുതൽ അയാളുടെ നിയന്ത്രണം വിട്ടുപോയി. അന്നേരം ശ്രുതി ചെന്നില്ലായിരുന്നെങ്കിൽ ആ വല്യമ്മാവനെ അയാൾ കൊന്നേനെ. ആ ശരിയാ കിച്ചേട്ടാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ലച്ചു ചേച്ചിയെ കൈപിടിച്ച് കിച്ചേട്ടനെ തന്ന ശേഷം സുധിയേട്ടൻ എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത് കണ്ടു. രണ്ടും കൂടി ഇടയ്ക്കെന്നെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുറ്റായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വഴി പോയില്ല. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് സുധിയേട്ടൻ പുറത്തേക്ക് പോകുന്നതാ. എന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് ഞാൻ കരുതിയേ. ഇമ്മാതിരി അവൻ്റെ വയറടിച്ച് കലക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആ കാലൻ്റെ തലക്കിട്ടൊരെണ്ണം ഞാനും കൊടുത്തേനെ. അമ്പാടി പറഞ്ഞതും കിച്ചൻ തല ഉയർത്തി അവനെ നോക്കി. ഊവ്, എങ്കിൽ സുധിയുടെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നെ കൂടി കിടത്താൻ മതിയായിരുന്നു. ആ പെങ്കൊച്ചനാണെങ്കിൽ തന്നെ നിൽക്കാൻ പോലും ആവതില്ല. വെറുതെ അല്ല നിന്റെ ഈ എടുത്തുചാട്ടം കൊണ്ടാ നിന്നോടൊന്നും പറയരുതെന്ന് പ്രസാദേട്ടൻ പറഞ്ഞത്. അച്ഛനോ? അച്ഛനറിയാമോ ഇക്കാര്യം? കിച്ചൻ പറഞ്ഞതും അമ്പാടി കണ്ണും മിഴിച്ചു. ഹർഷനിലേക്ക് എത്തിച്ചേരാൻ നിന്നെപ്പോലെ തന്നെ വഴി തെളിച്ചു തന്നത് നിന്റെ അച്ഛനാടാ. നീയൊന്ന് ബുള്ളറ്റിൻ്റെ ഭംഗി നോക്കി പോയപ്പോൾ നിന്റെ അച്ഛൻ ആ ബുള്ളറ്റിൻ്റെ നമ്പർ നോക്കിയാ പോയത്. പോലീസല്ലേ മോനെ. സുധിക്ക് അപകടം നടന്നപ്പോൾ തന്നെ
പ്രസാദേട്ടൻ ആ നമ്പർ നോക്കി ഹർഷനാണെന്ന് ഉറപ്പിച്ചതാ. പക്ഷെ അന്ന് പ്രസാദേട്ടൻ അത് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഏ എന്ന് വെച്ചാൽ? അമ്പാടി സംശയത്തോടെ അവനെ നോക്കി. എടാ, അന്നേ ദിവസം വിവാഹത്തിൻ്റെ ആൾക്കാർ വരുന്ന കൂട്ടത്തിലാണ് ഹർഷനും ഞങ്ങളുടെ ജീപ്പിന് മുൻപിൽ കൂടി വന്നത് അല്ലേ? കിച്ചൻ പുരികം കൂർപ്പിച്ച് നോക്കി. ആ അതെ. അമ്പാടി പതുക്കെ തലയാട്ടി. നിങ്ങൾക്കൊപ്പം ഹർഷനും കല്യാണ മണ്ഡപം വരെ വന്നിരുന്നു? അറിയില്ല അറിയില്ല കിച്ചേട്ടാ, അയാൾ വന്നിരുന്നോ? വന്നിരുന്നെങ്കിൽ നീ ആ ബുള്ളറ്റുകാരനെ സംശയിക്കായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ ആ ഇല്ല കിച്ചേട്ടാ, ലച്ചു ചേച്ചിയുടെ കസിനല്ലേ, അപ്പം സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അതുതന്നെയാണ് നിന്റെ അച്ഛനും പറ്റിയത്. ശ്രുതിക്ക് അപകടം നടന്നതുകൊണ്ട് ആ ബുള്ളറ്റുകാരനെ ഒരു സംശയം തോന്നി നിന്റെ അച്ഛൻ ചെക്ക് ചെയ്തു. മാണിക്കോത്ത് വീട്ടിലെ വീരപുത്രനാണെന്ന് മനസ്സിലായപ്പോൾ അങ്ങേര് വിചാരിച്ചു കല്യാണം കൂടാൻ വന്നതാവുമെന്ന്. സ്വാഭാവികം, എൻ്റെ അച്ഛനല്ലേ. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്നത്. എൻ്റെ കിച്ചേട്ടാ, മണ്ടത്തരത്തിൻ്റെ ആശാനാണത്. അമ്പാടി തലയിൽ കൈവച്ചു പറഞ്ഞതും കിച്ചൻ ചിരിച്ചു. പ്രസാദേട്ടൻ ഉമ്മച്ചേച്ചിയെ ഒരുക്കിക്കൊണ്ട് വന്നപ്പോഴാണ് കല്യാണവും കഴിഞ്ഞ് സദാനന്ദൻ്റെ ടീം മുഴുവൻ പിണങ്ങിപ്പോയെന്നറിഞ്ഞത്. അതുകൊണ്ട് അവനും പിണങ്ങിയായിരിക്കുമെന്ന് അച്ഛൻ കരുതി. സ്വാഭാവികം, ബന്ധുക്കളായതുകൊണ്ട് അവനിലേക്ക് പ്രസാദേട്ടൻ്റെ സംശയത്തിൻ്റെ നിഴൽ പോലും പോയില്ല. പിന്നെ ഞാൻ ഹർഷനിലേക്ക് പൂർണ്ണമായി എത്തുമ്പോഴാണ് പ്രസാദേട്ടൻ ഈ കാര്യം പറയുന്നത്. പാവം പുള്ളിക്കും അതൊരു വലിയ ഷോക്കായിരുന്നു. അതുകൊണ്ടല്ലേ എല്ലാത്തിനും കൂടെ നിന്നത്. ആ ബെസ്റ്റ്. ഇതൊക്കെ ആദ്യമേ തന്നെ അച്ഛൻ എന്നോടെങ്കിലും ഒരു സൂചന തരണ്ടേ? എങ്കിലാ ഹർഷനെ ഇവിടെ വരെ എത്തിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അവൻ്റെ വീട്ടിൽ പോയി ആ നായിൻ്റെ മോനെ വെട്ടിക്കൂട്ടി വല്ല കയത്തിൽ കൊണ്ടുവന്ന് താഴ്ത്തായിരുന്നു. അങ്ങനെ ആദ്യമേ തന്നെ പ്രസാദേട്ടൻ ഇത് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഹർഷൻ എന്ന ക്രിമിനൽ മാത്രമല്ല ഇല്ലാതാവുന്നത്. അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയാൽ ബാക്കി രണ്ടെണ്ണം ഈ ഭൂമുഖത്ത് വിലസിയനെ. അവര് ലച്ചുവിനെ സുധിയെയും ബാക്കി വെച്ചേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കിച്ചൻ പല്ലുകടിച്ച് പറഞ്ഞതും അമ്പാടി സംശയത്തോടെ കണ്ണു കൂർപ്പിച്ചു. ബാക്കി രണ്ടെണ്ണോ? അതാരാ? സദാനന്ദനല്ലാതെ വേറെ ആള്? ഡോക്ടർ നിസാമുദ്ദീൻ. ആ നിസാമുദ്ദീൻ. കിച്ചനിൽ നിന്നും ആ പേര് കേട്ടതും ഒഴുക്കൻ മട്ടിൽ ദേഹമൊന്ന് കുലുക്കി ആ പേര് ഒരാവർത്തി പറഞ്ഞ അമ്പാടി ഞെട്ടി കിച്ചനെ നോക്കി. നിസാമുദ്ദീനോ? അയാൾക്കിവിടെ എന്താ റോള്? അയാൾ കുന്നു കാണാൻ വന്നിട്ട് കുളത്തിൽ വീണതല്ലേ? ഉറക്കെ ചിരിച്ചുകൊണ്ട് കിച്ചൻ ചിരി ഒതുക്കി വന്നതും അമ്പാടി അവൻ്റെ മുഖത്തേക്ക് കലിപ്പിച്ചു നോക്കി. ദേ കിച്ചേട്ടാ, കുഞ്ഞു കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ? അയാൾക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? ഇനി അയാൾക്കും വേണോ സ്വത്ത്? കിച്ചൻ മൂളിക്കൊണ്ട് അല്ലെന്ന് തലയാട്ടി. അവൻ്റെ ലക്ഷ്യം അത് സുധിയായിരുന്നു. സുധിയേട്ടനോ? അമ്പാടിയുടെ കണ്ണുകൾ ചുറ്റും ഒന്ന് പാഞ്ഞ ശേഷം അത് കിച്ചണിൽ വന്ന് നിന്നു. അതിന് സുധിയേട്ടനെ എന്തെങ്കിലും ചെയ്യാൻ ആ ഡോക്ടർ എന്തിനാ വരുന്നേ? ഹർഷൻ തന്നെ വിചാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ നിനക്ക് ബുദ്ധിയുണ്ട്, അച്ഛനെ പോലല്ല. കിച്ചൻ ചിരിയോടെ അവൻ്റെ തോളി തട്ടി. ശേ, എന്നെ ഇങ്ങനെ പൊക്കാതെ കിച്ചേട്ടാ, ഇതൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമല്ലേ. എന്ത്? കിച്ചൻ പുരുകുയർത്തി. എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. അമ്പാടി കുഞ്ഞു മീശ മെല്ലെ പിരിച്ചു. ഓ അങ്ങനെ. കിച്ചനൊന്ന് മൂളിക്കൊണ്ട് മെല്ലെ ചിരിച്ച് അവനെ നോക്കി. അമ്പാടി, സുധിയുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത നിനക്കറിയാലോ? ആ അറിയാം. വളരെ റെയറായിട്ടല്ലേ അത് കിട്ടുള്ളൂ. നമ്മളെന്തേലും ഓട്ടുകൂടി. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ അവയവങ്ങളായ കിഡ്നി, കരൾ, ഹൃദയം ഇതെല്ലാം വിലമതിക്കുന്നതായിരിക്കും. നീ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അമ്പാടിയുടെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ അവൻ്റെ കയ്യിൽ പിടിച്ചു കിച്ചൻ. ഈ അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സുധിയുടെ ബ്രെയിൻ ഡെത്ത് ആറ്റ് നോറ്റിരുന്ന ഒരു പറ്റം അവയവങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അവിടെ നിന്നും അവൻ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ശ്രമിച്ച ഒരു പറ്റം നെറികെട്ട ഡോക്ടർമാർക്കിടയിൽ നിന്നും അവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വന്നതാണ് ഡോക്ടർ ശ്യാമോഹൻ. പക്ഷേ രക്ഷപ്പെട്ടു വന്നിട്ടും സുധിയുടെ പിന്നാലെ ഉണ്ടായിരുന്നവർ
അതിലെ ഒരു കണ്ണി മാത്രമാണ് നിസാമുദ്ദീൻ. ഹർഷനുമായിട്ടുള്ള ബന്ധവും സുധിയോടുള്ള മുൻവൈരാഗ്യവും ഒത്തു വന്നപ്പോൾ ആ ഒരു ചുമതല അവനങ്ങ് ഏറ്റെടുത്തു. ആരുമില്ലാത്ത സമയം നോക്കി മേലെപ്പാട്ടെ വീട്ടിൽ കയറി സുധിയെ ബ്രേണ്ടത്തിലേക്ക് തള്ളിവിടാൻ അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹർഷൻ്റെ പരിചയക്കാരനായതുകൊണ്ടും ഡോക്ടർ ആയതുകൊണ്ടും ആർക്കും സംശയം തോന്നില്ല. ഞാനും ചത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച സുധിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാൽ അവർക്ക് ഉദ്ദേശിച്ച കാര്യം നടക്കും. കിട്ടുന്നതിൽ 1% ആ നക്കി സദാനന്ദന് ഓഫർ ചെയ്ത് കാണും. എൻ്റെ കണ്ണ, എന്തൊക്കെയായി കേൾക്കുന്നേ? അമ്പാടി 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് കിച്ചനെ നോക്കി. ഇതൊക്കെ കിച്ചേട്ടൻ എങ്ങനെ അറിഞ്ഞത്? അമ്മായി പറഞ്ഞാണോ? അത് എന്തോ പറയാനായി കിച്ചൻ ആഞ്ഞതും കയ്യിലിരുന്ന ലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചാണ്. സദാനന്ദൻ അമ്മാവൻ. പേര് കണ്ടതും അമ്പാടിയുടെ ചുണ്ട് ചുളുങ്ങി. സദാനന്ദനല്ല, സദാ ചന്ത അമ്മാവൻ. അതയാൾക്ക് ചേരുന്നത്. ലൗഡ് സ്പീക്കർ ഇടുക ചേട്ടാ, എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. പറയുന്നതിനൊപ്പം കിച്ചൻ്റെ കയ്യിലിരുന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കർ ഓണാക്കി അമ്പാടി. എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഈ ഗതി വന്നല്ലോ. അയ്യോ, ഈ അമ്മാവൻ എങ്ങനെ സഹിക്കും ഇത്? ഫോൺ എടുത്തതും മറുപുറത്തു നിന്നുള്ള ശബ്ദം കാതിലേക്ക് തുളച്ചു കയറി കഴിഞ്ഞിരുന്നു. അയ്യേ! അമ്പാടി മുഖം ചുളക്കി കിച്ചനെ നോക്കിയതും കിച്ചൻ മിണ്ടരുത് നാങ്ങ്യം കാണിച്ചു. എൻ്റെ പൊന്നു കുഞ്ഞ്, ഗുരുവായൂർ തൊഴുതു വരുന്ന നിന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? മറുപുറത്ത് അയാൾ പറഞ്ഞതും അമ്പാടി പെണ്ണുങ്ങളുടെ ശബ്ദത്തെ ഏങ്ങലടിക്കുന്ന ശബ്ദം കേൾപ്പിച്ചതും അയാളുടെ ആവേശം കൂടി. അമ്പാടിയിൽ നിന്ന് വരുന്ന ചേഷ്ടകളും ശബ്ദങ്ങളും കണ്ടതും കിച്ചൻ ചിരിയടക്കി പാടുപെട്ടുകൊണ്ട് വിരൽ കടിച്ചു പിടിച്ചു. അമ്മാവൻ്റെ പൊന്നുമോളെ കരയാതെ, അമ്മാവനുണ്ട് നിന്റെ കൂടെ, ഹർഷേട്ടനുണ്ട്. ഇന്നലെ കൂടെ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളവൻ. അയാൾ പറഞ്ഞതും മുഷ്ടി ചുരുട്ടി പല്ല് കടിച്ചു കിച്ചൻ. എപ്പോഴാ മോളെ ബോഡി കൊണ്ടുവരുന്നത്? ആ, മോർച്ചറി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഇവിടൊക്കെ തന്നെ ഇല്ലേ? അയാളുടെ ചോദ്യത്തിനനുസരിച്ച് അമ്പാടി കണ്ണുതള്ള കിച്ചനെ അടിമുടി നോക്കി. അമ്മാവോ, ചത്തത് മേലേപ്പാട്ട് വീട്ടിലെ കൃഷ്ണകുമാർ അല്ല. ഫോൺ മുഖത്തോട്ടടുപ്പിച്ച് കിച്ചൻ പറഞ്ഞതും മറുപുറത്തുനിന്ന് ഉയർന്ന ശ്വാസഗതി ഫോൺ വഴി പുറത്തേക്ക് കേൾക്കാമായിരുന്നു. 2 പറ കിച്ചേട്ടാ. അമ്പാടി പതുക്കെ പറഞ്ഞതും അരുതെന്ന് അവനെ കൈ ഉയർത്തി കാണിച്ചു കിച്ചൻ. അമ്മാവാ, ഞാൻ പറയുന്നത് കേട്ട് അമ്മാവൻ തളരരുത്. ഹർഷം പോയി അമ്മാവ. അയ്യോ, എൻ്റെ അമ്മാവനിത് എങ്ങനെ സഹിക്കും? അമ്പാടി മോനെ. ഫോണിൽ കൂടി കിച്ചൻ കരയുന്നത് പോലെ കേൾപ്പിച്ചുകൊണ്ട് അമ്പാടിയെ കണ്ണീർക്കെ കാണിച്ചു. കിച്ചേട്ടാ, നമ്മുടെ ഹർഷേട്ടൻ. ജഗദീഷ് കരയും പോലെ മേളത്തിന് കൊഴുപ്പ് കൂട്ടാൻ അമ്പാടി ഉറക്ക കരഞ്ഞു. എൻ്റെ മോൻ എന്തു പറ്റി? നീ എന്തെങ്കിലും ഒന്ന് പറ കൊച്ചനെ. അമ്പാടിയുടെ കരച്ചിലിനൊപ്പം അയാളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ തുടയിൽ ആയത്തിൽ കിച്ചൻ പിടിച്ചതും കരച്ചിൽ നിർത്തി അമ്പാടി. എന്തു പറയാനാ അമ്മാവ, വിധിയെ തടുക്കാൻ നമുക്കാവോ? വിധി കൊമ്പൻ്റെ രൂപത്തിലായിപ്പോയി. കൊമ്പനോ? നീ എന്തൊക്കെയാ ചെറുക്കായി പറയുന്നത്? അയാളുടെ ശബ്ദം വിറച്ചു തുടങ്ങിയിരുന്നു. ഞാനൊന്ന് പുറത്തുപോയ സമയത്താണ് മേലേപ്പാട്ട് വീട്ടിലേക്ക് ഹർഷം വന്നത്. നല്ല ചൂട് ചായയും മൊരിഞ്ഞ പഴംപൊരിയും കൊടുത്ത് എൻ്റെ ലക്ഷ്മി അവളുടെ ഹർഷേട്ടനെ സൽക്കരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടിവാരത്ത് ആന ഇറങ്ങിയതറിഞ്ഞത്. ആവുന്ന ലക്ഷ്മി പറഞ്ഞു, ഹർഷേട്ടാ പോകല്ലേ പോകല്ലേ. അത് കൂട്ടാക്കാതെ പോയതാ. വിധിയെ തടുക്കാനാവുമോ? ആ കൊമ്പൻ്റെ മുമ്പിലേക്ക് ചെന്ന് പെട്ടത്. ഈ നാട്ടുകാർ മുഴുവൻ കരുതിയത് ഞാനാണെന്നാ. അമ്മാവനെ വിളിച്ചു പറഞ്ഞവരും മേലേപ്പാട്ടെ കൊച്ചനെന്നായിരിക്കും പറഞ്ഞതല്ലേ? അയാൾ ഒന്ന് മോളി. എന്നാൽ ഞാനല്ലായിരുന്നു അമ്മാവ, ഞാൻ വേറെ എവിടെയോ ആയിരുന്നു. എനിക്ക് പകരം പോയത് ഹർഷനാ. എൻ്റെ മോനെ. ഒരു നിലവിളി അപ്പുറത്തുനിന്ന് ഉയരുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ കുറുകി. ഇതുവരെ ഹർഷൻ ചത്തിട്ടില്ല അമ്മാവ. എൻ്റെ സുധിന്ന് അനുഭവിക്കുന്ന അതേ വേദന തന്നെയാണ് ഇന്ന് ഹർഷനും അനുഭവിക്കുന്നത്. കണ്ണുകൾ കുറുക്കി പല്ല് കടിച്ചു പറയുന്നവൻ്റെ മുഖഭാവം വീണ്ടും മാറിയതും അമ്പാടിയെ മുഖത്തേക്ക് നോക്കി. അമ്മാവൻ തളരരുത്,
ഇനി അഥവാ ബ്രെയിൻ ഡെത്തായാലും ഹർഷന്റെ അവയവങ്ങൾ നമുക്ക് ദാനം ചെയ്യാം. അങ്ങനെങ്കിലും അമ്മാവന് അവനെ കാണാലോ. പറഞ്ഞുകൊണ്ട് കിച്ചൻ ഫോൺ കട്ടാക്കുമ്പോൾ അമ്പാടി അവനെ കലിപ്പിച്ചു നോക്കി. കിച്ചേട്ടൻ എന്തു പണിയാ കാണിച്ചത്? അയാൾ രണ്ട് പറയേണ്ടതായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അവന് രക്ഷപ്പെടാനുള്ള പഴുതാകും. അത് ഞാനല്ല അറിഞ്ഞെന്ന് അയാൾ മനസ്സിലാക്കിയാൽ ദാ ഈ അടിവാരം ഇന്ന് നമ്മൾ ഇറങ്ങില്ല. അതിനു മുന്നേ എന്നെ തീർത്ത് കളയും. പിന്നെയും ജയം അയാളുടെ കയ്യിലാവും. മോനെ, ഹർഷനെ പോലെ മണ്ടനല്ല അയാള്. അതുകൊണ്ടല്ലേ ഈ തോന്നിവാസം മുഴുവൻ കാണിച്ചിട്ടും ഇത്രയും കാലം പിടിച്ചു നിന്നത്. അത് കിച്ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഞാനത്രയും കടന്ന് ചിന്തിച്ചില്ല. അമ്പാടി പറഞ്ഞതും കിച്ചൻ മീശയൊന്ന് കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി. അമ്പാടി, ഇപ്പോൾ നമ്മൾ അയാളുടെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നതാ ഉത്തമം. ഹർഷന്റെ അവസ്ഥയിൽ മനന്നൊന്ത് നിൽക്കുന്നവരാണ് നമ്മൾ. മുറിവേറ്റ സിംഹമാ. അയാളെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമേ നേർക്ക് നേർ നമുക്ക് പൂട്ടാൻ പറ്റുള്ളൂ. കിച്ചേട്ടാ, ആ അമ്മായി ഇതൊക്കെ എപ്പോഴാ കിച്ചേട്ടനോട് പറഞ്ഞത്? അമ്മായിയാണോ നിസാമുദ്ദീൻ്റെ കാര്യം പറഞ്ഞത്? അല്ലടാ, അതിനു മുൻപേ എനിക്കയാളെ അറിയായിരുന്നു. ഒരിക്കൽ അയാൾ കാരണം മുറിവേറ്റ ഒരു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നു. കിച്ചൻ ചിത്രയോട് പറഞ്ഞത് ഓടിച്ചെന്ന് അമ്പാടിയോട് സൂചിപ്പിച്ചതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യോ കിച്ചേട്ടാ, അത്രയ്ക്ക് പന്നനായിരുന്നു അയാൾ. അപ്പോൾ എൻ്റെ സംശയം തെറ്റിയില്ല. മുങ്ങിപ്പോയാൽ തിരിച്ചു വരാത്ത പാറക്കുളത്തിൽ അവൻ്റെ ശരീരം പൊങ്ങിക്കിടന്നപ്പോഴേ ഞാൻ ഊഹിച്ചു ഇത് കിച്ചേട്ടനും മാമനും കൂടി കൊടുത്ത പണിയാണെന്ന്. കൊന്നു തള്ളി അല്ലേ കള്ള? ഗ്രേറ്റ് മാൻ. അമ്പാടി അവൻ്റെ തോളിൽ തട്ടിയതും ആ കൈ പതുക്കെ എടുത്ത് അവൻ മാറ്റി. അവനെ കൊന്നത് ഞാനല്ല അമ്പാടി. പക്ഷെ കഴിഞ്ഞ 1.5 ദിവസമായി അവൻ എൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അത് സത്യമാണ്. പക്ഷെ ഞാൻ കൊന്നിട്ടില്ല. പിന്നെ മാമനാണോ? അമ്പാടിയുടെ കണ്ണുകൾ വികസിച്ചു. അല്ല, എനിക്കറിയില്ല അമ്പാടി അയാളെ കൊന്നതാരാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 1.5 ദിവസമായി അവൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ സുധി ചേച്ചിക്ക് വാടകയ്ക്ക് കൊടുത്ത വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അവനെ. ഹർഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അവൻ്റെ മുഖംമൂടി വലിച്ചെറിഞ്ഞുകൊണ്ട് അവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനായിരുന്നു എൻ്റെ ഉദ്ദേശം. കാരണം ഇവനെപ്പോലുള്ള പേരെടുത്ത ഡോക്ടർ സമൂഹത്തിന് മുൻപിൽ നാണം കെട്ടുകഴിഞ്ഞാൽ ഇവനും ഒപ്പമുള്ള കുറച്ചു പേരെങ്കിലും കുടുങ്ങും, കുറച്ചു പേരെങ്കിലും മാറി ചിന്തിക്കും. പക്ഷേ അതിനൊന്നുമുള്ള അവസരം കിട്ടിയില്ല. പട്ടിണിക്കിടണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞിട്ട് സതീശേട്ടൻ ആഹാരം കൊടുക്കാൻ പോയതാ. പുള്ളി കതക് തുറക്കുമ്പോൾ സ്വയം കെട്ടഴിഞ്ഞു വന്ന ആ പിശാച് കതകിന് പുറകിൽ ഒളിച്ചു നിന്ന് അങ്ങനെ പുറകിൽ നിന്ന് ചവിട്ടി താഴെയിട്ടിട്ട് ഓടി. എഴുന്നേറ്റ് വന്ന സതീശേട്ടനും പുറകെ ഓടി അവനെ പിടിച്ചു. എന്നിട്ടെന്താ, അങ്ങരുടെ ഇടത്തെ അണപ്പല്ല് 2 അടിച്ച് താഴെ ഇട്ടിട്ട് അവൻ ഓടിപ്പോയി. ഞങ്ങൾ വിചാരിച്ചത് ആ ഓട്ടം അടിവാരം ചാടി എല്ലാ ഹർഷനെ അറിയിച്ചോളൂന്നാ. പക്ഷെ അവൻ അടിവാരം പോകാതെ ഞങ്ങളെ പിടിച്ച് കൊന്നു കയറിയെന്ന് മനസ്സിലായി. കാരണം താഴെ അവൻ എത്തിയിട്ടില്ലെന്ന് അന്ന് രാത്രി അവിടെ ഡ്യൂട്ടിക്ക് നിന്ന പോലീസിൽ നിന്നും നിന്റെ അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ അവൻ ഹർഷനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി മൊത്തം പാളിപ്പോയേനെ. അതുകൊണ്ട് തന്നെ 50-50 ചാൻസിലാണ് മെഷീൻ വാങ്ങാൻ ഇന്ന് രാവിലെ നമ്മളിവിടുന്ന് പോയത്. ആന ഇറങ്ങിയെന്ന് നിന്റെ അച്ഛൻ വിളിച്ചു പറയുമ്പോഴും മുൻപോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ പോകുമ്പോൾ ഹർഷം വരുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പിക്കണമായിരുന്നു. അവൻ അടിവാരം കയറുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. പിന്നെ ബാക്കിയൊക്കെ നിനക്കറിയാലോ. ശരിക്കും പറഞ്ഞാൽ നിസാമുദ്ദീൻ്റെ ബോഡി കുളത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അടിച്ച അണപ്പല്ല് താഴെ ഇട്ടതിന് അവനെ കണ്ടാൽ തല്ലിക്കൊല്ലാനിരുന്നതാ നിന്റെ മാമൻ. എന്ത് ചെയ്യാനാ, അതിനു മുൻപേ അവൻ പോയില്ലേ. എന്നാലും ആ കുളത്തിൽ അയാൾ എങ്ങനെ? അമ്പാടി വിരൽ വായുവിൽ ചുറ്റിച്ച് മുകളിലേക്ക് നോക്കി. ഒരെന്നാലും ഇല്ല. അയാൾ അങ്ങോട്ടെങ്ങോട്ട് ഓടിപ്പോയപ്പോൾ കാല് തെറ്റി വീണതാ. പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ലേ നമുക്കുള്ളൂ, അത് പോയാൽ തിരിച്ചു കിട്ടില്ലെന്ന്. കിച്ചേട്ടനാ പറഞ്ഞത് ശരിയാ?
വെറുതെ അല്ലല്ലേ കിച്ചേട്ടാ മാമൻ കവളും തിരുമ്പി നടന്നത്. മാർക്കോ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞു അച്ഛൻ ഒരുപാട് താമസിച്ചാണ് വീട്ടിൽ വന്നതെന്ന്. അപ്പോൾ ഇതായിരുന്നു കാര്യമല്ലേ? അമ്പാടി പറഞ്ഞതും കിച്ചൻ പതുക്കെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതെ. എന്നാലും അയാളെ എങ്ങനെയാ കിച്ചേട്ടൻ പൊക്കിയത്? എന്നിട്ട് ഹർഷൻ ഇവിടെ വരുത്താൻ നോക്കിയത് എങ്ങനാ? എനിക്ക് ആകെപ്പാടെ എല്ലാം കൂടി കൺഫ്യൂഷനായി. നിനക്ക് മാത്രമല്ല, ചിത്രേച്ചയും കിളിപോയി നടക്കുക. എല്ലാം ഒരുമിച്ച് പറയാം. അതായത് തുടക്കം മുതലുള്ളത്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും സദാനന്ദനും കൊടുങ്ങണം. ഇപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സമയമായി പറഞ്ഞുകൊണ്ട് കിച്ചൻ വാച്ചിലേക്ക് നോക്കി. ശേഷം മുൻപോട്ട് നോക്കിയപ്പോൾ കണ്ടു അവരെ അന്വേഷിച്ചു വരുന്ന ലച്ചുവിനെ. കിച്ചേട്ടാ വന്നല്ലോ, എല്ലാത്തിനും കാരണക്കാരിയായ കോടീശ്വരി. അമ്പാടി നീട്ടി പറഞ്ഞതും കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചു. തുടരും.